ഓപ്പറേഷൻ സിന്ദൂർ ആവർത്തിക്കുമോ? പാകിസ്ഥാനിലെ ആണവക്കുന്നായ കിരാന മലനിരകൾ തകരുമോ? ഇതാ ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ സൈറ്റ് റിഫൈനറി ഗുജറാത്തിലെ റിലയൻസ് ഇൻഡസ്ട്രീസ് തകർക്കുമെന്ന് പാക് സൈനിക മേധാവി ജനറൽ അസിം മുനീർ. അമേരിക്കക്കാരുടെ രാത്രി വിരുന്നിൽ മതിമറന്ന് ലോകത്തിന്റെ പകുതിയും തകർക്കുമെന്ന് പറഞ്ഞ അതേ ദിവസം ഗുജറാത്തിനെ ആക്രമിക്കുമെന്ന് വെളിപ്പെടുത്തിയതും പുറത്തുവന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ അമേരിക്കയുടെ കാല് നക്കി ജീവിക്കുകയാണ്. അമേരിക്കയിൽ നിന്നും ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പുതിയ വാർത്ത, പാകിസ്ഥാനിൽ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ബലൂചിസ്ഥാനികളെ ഭീകരന്മാരെ പ്രഖ്യാപിച്ചു എന്നതാണ്. ഇന്ത്യ പോലും ഇത്തരം ഒരു നടപടി എടുത്തിട്ടില്ല. ബലൂചിസ്ഥാനികൾ ഇനി അമേരിക്കയ്ക്ക് ഭീകരന്മാരായിരിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ഈ അവസരത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംസ്ഥാനം കൂടിയായ ഗുജറാത്ത് ആക്രമിക്കുമെന്ന് പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസിം മുനീർ US മണ്ണിൽ നിന്ന് പ്രഖ്യാപിച്ചത്. ഇതിന് ചില അടിയൊഴുക്കുകൾ മതപരമായി കാണുന്നു. ഗുജറാത്ത് കലാപത്തിന് വർഷങ്ങൾക്ക് ശേഷം മറുപടി നൽകുക എന്നും അതിനായി ലോകത്തെ ഏറ്റവും വലിയ ഗുജറാത്തിലെ ഓയിൽ റിഫൈനറി തകർക്കുക എന്നതും, ഇത്തരത്തിൽ ഗുജറാത്തിനെ ആക്രമിച്ച് ഇന്ത്യക്കാരെ ഭിന്നിപ്പിക്കുക, മതകലാപം ഉണ്ടാക്കുക, ഇതിന്റെ എല്ലാ കൂർമ്മബുദ്ധിയും അമേരിക്കയിൽ നിന്നാണ് എന്നും വിമർശനം. കാരണം ഇപ്പോൾ പാകിസ്ഥാൻ ഗുജറാത്തിനെ ഉന്നം വയ്ക്കുന്നു എങ്കിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മോദിക്ക് വിസ നിഷേധിച്ച അമേരിക്ക പിന്നിലുണ്ടാകണം. അന്നും അമേരിക്കയ്ക്ക് ഗുജറാത്ത് ഒരു വിഷയം ആയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ സൈറ്റ് റിഫൈനറി സമുച്ചയമായ ഗുജറാത്തിലെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ജാംനഗർ റിഫൈനറി ഇന്ത്യയുമായുള്ള ഭാവിയിലെ ഏത് സൈനിക സംഘർഷത്തിലും സാധ്യതയുള്ള ലക്ഷ്യമാകുമെന്ന് മുനീർ ഭീഷണിപ്പെടുത്തിയെന്ന് ലോകമാധ്യമങ്ങൾ വാർത്തയാക്കി. ഫ്ലോറിഡയിലെ ടാംപയിൽ നടന്ന ഒരു ഔപചാരിക അത്താഴ വിരുന്നിനിടെ RIL ചെയർമാൻ മുകേഷ് അംബാനിയുടെ ചിത്രത്തിനൊപ്പം ഒരു ഖുറാൻ വാക്യം കാണിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിനെ കുറിച്ച് മുനീർ പരാമർശിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. അടച്ചിട്ട വാതിലിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തവർ പറയുന്നതനുസരിച്ച് ഇന്ത്യയുമായുള്ള സമീപകാല സംഘർഷത്തിനിടെ അടുത്ത തവണ നമ്മൾ എന്ത് ചെയ്യും എന്നവരെ കാണിക്കാൻ താൻ ഈ പോസ്റ്റിന് അംഗീകാരം നൽകിയതായി മുനീർ അവകാശപ്പെട്ടു. ഒരു മതഭ്രാന്തൻ നയിക്കുന്ന പാകിസ്ഥാൻ സൈന്യം ആ രാജ്യത്തെ ആണവ ബട്ടൺ കയ്യിലെടുത്ത് നടത്തുന്ന ഭീഷണി ലോകത്തോട് മുഴുവനാണ്. സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ പാകിസ്ഥാന്റെ ആണവ നിയന്ത്രണവും അണുബോംബിന്റെ ബട്ടണും വന്നത് പാകിസ്ഥാനിലെ സ്ഥിതി അപകടകരമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു. ഏപ്രിലിൽ ഒരു പാകിസ്ഥാൻ മന്ത്രി പരസ്യമായ പ്രസ്താവന നടത്തിയിരുന്നു. അതിങ്ങനെ: ഷഹീൻ, ഗസ്നവി മിസൈലുകളും 130 ആണവ ബോംബും മിസൈലുകളും പാകിസ്ഥാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി മാത്രമാണ് എന്നായിരുന്നു അത്. ഇന്ത്യക്കെതിരെ ആണവായുധങ്ങൾ ഉപയോഗിക്കുമെന്ന് പാകിസ്ഥാൻ പലപ്പോഴും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഇത്ര വലിയ സംവാദം ഉണ്ടായിട്ടില്ല. ഇന്ത്യ പാകിസ്ഥാൻ ആണവ യുദ്ധകാര്യത്തിൽ ഇന്ത്യൻ നിലപാട് ഇന്ത്യ ആദ്യം ഉപയോഗിക്കില്ല എന്നതാണ്. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ആദ്യം ഉപയോഗിക്കുക എന്ന നയം അവർ പിന്തുടരുന്നു എന്നാണ്. അമേരിക്കയിൽ നിന്നും വിദേശത്ത് നിന്ന് നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ ആണവ സാങ്കേതിക വിദ്യ പാകിസ്ഥാൻ കൂടുതലായി നേടിയെന്നും ചൂണ്ടിക്കാട്ടുന്നു. ഭരണകൂട പിന്തുണയുള്ള ഭീകരതയും തീവ്രവാദ സ്വാധീനവും പാകിസ്ഥാന്റെ കൂടിച്ചേരൽ അവരുടെ അണവായുധങ്ങൾ ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിനും അപകടം ആക്കുന്നു എന്ന് ദില്ലിയിൽ ഒരു വിദേശകാര്യ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. പാകിസ്ഥാന് 130 ആണവായുധമുണ്ട്. അമേരിക്കയാണ് ആവശ്യമായ സഹായം നൽകിയതും. കാരണം ഇന്ത്യ ലോകത്തെ അമേരിക്കയ്ക്ക് മുകളിലേക്ക് വളരുന്നത് തടയുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. എന്നാൽ 130 ആണവ ബോംബുകൾ പാകിസ്ഥാൻ പ്രയോഗിച്ചാൽ ഇന്ത്യയും ചൈനയും മാത്രമല്ല യൂറോപ്പും ഇല്ലാതാകും. ഈ മിസൈലുകൾ ഇസ്രയേലിനെയും പാശ്ചാത്യ രാജ്യങ്ങളെയും ലക്ഷ്യമിടാൻ സാധ്യതയുണ്ട് എന്ന ലഷ്കർ തലവൻ ഹാഫിസ് സയ്യിദിന്റെ 2016 അവകാശവാദവും ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.